പാലക്കാട് തൃത്താലയിൽ കൊയ്ത്തുകാലം തുടങ്ങുമ്പോൾ കച്ചവടം നടന്നിരുന്ന വൈക്കോലിന് ഇപ്പോൾ ആവശ്യക്കാർ കുറയുന്നതായി കർഷകർ. ക്ഷീരകർഷകരുടെ എണ്ണം കുറഞ്ഞതും വൻകിട ഫാമുകൾ കൂടിയതുമാണ് വൈക്കോലിന്റെ ആവശ്യം കുറയാൻ കാരണമെന്നാണ് ഇവർ പറയുന്നത്. വില കുറയുന്നത് നെൽകർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. തൃത്താല മേഖലയിൽ നെല്ല് കൊയ്ത് മെതിച്ച് റോളാക്കി പാടത്ത് സൂക്ഷിച്ചിരുന്ന വൈക്കോൽ അതേപോലെ ഇരിക്കുന്ന കാഴ്ചയാണ് പല ഭാഗങ്ങളിലും. മുൻവർഷങ്ങളിൽ വൈക്കോലിനായി പാടശേഖരങ്ങളിലേക്ക് ധാരാളം ആവശ്യക്കാരും എത്തിയിരുന്നു. മത്സര സ്വഭാവത്തോടെ കച്ചവടക്കാരെത്തുമ്പോൾ മുന്തിയ വിലക്ക് വിൽക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു കെട്ടിന് 160 രൂപ വരെ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 100 രൂപയും അതിന് കുറവിലുമാണ് കച്ചവടക്കാർ ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നത്. മെഷീൻ കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിലെ വൈക്കോൽ യന്ത്രം ഉപയോഗിച്ച് കെട്ടുന്നതിന് 40 രൂപ നൽകണം. കെട്ടാനുള്ള പണം കഴിച്ചാൽ നിസ്സാര വില മാത്രമാണ് ലഭിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. ഫസ്റ്റ് കൊയ്യുമ്പോ 140 റുപ്യ 150 റുപ്യ ഒക്കെ പറഞ്ഞു. ഇപ്പൊ 90 80 ഒക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പോകുന്നു. നെല്ല ചതു നഷ്ട പകുതി നെല്ലില്ല. ഈ കൃഷി അവിടെ കൊയ്യുന്നതിന്റെ മുമ്പായിട്ട് ഒരുപാട് കണ്ടത്തിൽ ഇറങ്ങിയിട്ട് നാശാക്കിയിട്ട് വൈക്കോല് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ 80 85 90 വരെ കിട്ടിയിരുന്നൊക്കെ ഇപ്പൊ 35 40 കൂടി വന്ന 40 കിട്ടുന്നുള്ളൂ. വിറ്റുപോകും മുമ്പ് വേനൽ മഴയെത്തിയാൽ പാടശേഖരങ്ങളിലുള്ള വൈക്കോൽ നശിക്കാനും കാരണമാകും. ഈർപ്പമില്ലാതെ വൈക്കോൽ കെട്ട് സൂക്ഷിച്ചുവെച്ചാൽ മഴക്കാലത്ത് വില ലഭിക്കാറുണ്ട്. പക്ഷേ 100 കെട്ട് വൈക്കോൽ സൂക്ഷിച്ചുവെക്കാൻ പണിയേറെയാണെന്ന് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നെല്ല് സംഭരിക്കുന്നത് പോലെ വൈക്കോലും സംഭരിക്കാൻ സർക്കാർ തലത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.